ജീവിക്കും എന്ന വാദങ്ങൾ ഉയർത്താതിരുന്നത്. ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. കാലം മാറി, കോലം ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഈസി ടു എൻജോയ് ദി ലൈഫ്. ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ജീവിതം അടിച്ചു പൊളിക്കാൻ വലിയ ചെലവൊന്നുമില്ല. ബട്ട് ഹാർഡ് ടു കൺവിൻസ് ഇറ്റ് ടു അതേഴ്സ്. ഞാൻ ജീവിതം അടിച്ചു പൊളിക്കുന്നുണ്ട് എന്ന് 4 ആളെ ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ചെലവ്. ആ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ഞാൻ ഏത് ഭക്ഷണം കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പോരാ, അതിൽ സംതൃപ്തി ഇല്ല നമ്മളെ കുട്ടികൾക്ക്. പിന്നെ അത് 4 ആൾ എൻ്റെ സ്റ്റാറ്റസിലൂടെ കാണണം. അപ്പം പ്രകടനപരത, അപ്പം ആത്മാർത്ഥത പോയി. ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തു എന്ന് ഞാനും എൻ്റെ കുടുംബവും അത് ആസ്വദിച്ചാൽ പോരാ, അത് അനുഭവിച്ചാൽ പോരാ. പിന്നെ ആ സ്ഥലം ഞങ്ങൾ കണ്ടു എന്ന് 4 ആൾക്ക് ബോധ്യപ്പെടണം. ഇവിടൊക്കെ വലിയൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. നമ്മളെ സന്തോഷങ്ങളൊക്കെ വാരി വലിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആത്മസംതൃപ്തി ഉള്ളതാണ്. പണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞ മാതിരി അപ്പ കുട്ടി പറയും, എൻ ഹൃത്തിലൻ ദൂഷ്മള ചാരിതാർത്ഥ്യം. ഞാൻ ഇന്ന് പോയ എൻ്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ പിക്നിക്ക് പോയ, ഞാൻ ടൂർ പോയ എൻ്റെ ടൂറിസ്റ്റ് പ്ലേസ്, ഞങ്ങൾ അവിടെ അമ്യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കുന്നത്, ഞങ്ങൾ നല്ല വാഹനങ്ങളിൽ കയറിയത്, അതൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ആയിട്ട് കറങ്ങണം. അത് മറ്റുള്ളവർക്ക് തോന്നണം, ഞാൻ അവിടെ പോയി എന്ന് മറ്റുള്ളവർ അറിയണം. എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഹസൂദികളെ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇൻകമായിട്ട് നമുക്ക് കിട്ടും. നമ്മളായിട്ട് യാതൊരു അസൂയും വെക്കാത്ത ആൾക്കാർ അന്ന് മുതൽ നമ്മളെ കാര്യത്തിൽ ഭയങ്കര ഇറിറ്റേറ്റഡായി, ഫ്രസ്ട്രേറ്റഡായി അവരൊക്കെ നമ്മൾ അസൂയച്ചു. അപ്പം ഹസദ് ഉണ്ടായി, നമ്മൾ കാരണം ഹസദ് ഉണ്ടായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹസദോടുകൂടെ നിങ്ങളെപ്പറ്റി ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഐനാണ്, നിങ്ങൾ ഉറപ്പിച്ചോ അത് കണ്ണേറാണ്. അപ്പൊ എല്ലാ വർത്താനും കണ്ണേറല്ല, പക്ഷെ ഹസദോട് കൂടെയാണോ പറഞ്ഞത് അത് കണ്ണേറാണ്. അൽ ഐനു ഹഖ്ഖുൻ അൽ ലിസാനു ഹഖ്ഖുൻ, അല്ലേ? കണ്ണേറ് സത്യമാണ്, കണ്ണേറ് വളരെ സത്യമാണ്. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين. അപ്പം നമ്മൾ വെറുതെ എന്താ പറയുക, ഒരാവശ്യമില്ലാത്ത ചില മുസീബത്തുകളൊക്കെ തോട്ടിയിട്ട് വലിച്ച് കൊണ്ടുവരികയാണ് നമ്മുടെയൊക്കെ മാരിറ്റൽ ലൈഫിലേക്ക്, നമ്മുടെ ഫാമിലി ലൈഫിലേക്ക്. ഇത് വലിയ അപകടം ചെയ്യും. അപ്പം അവിടെ ഒരു മുസ്ലിമായ മനുഷ്യൻ എസ്പെഷ്യലി ആലോചിക്കേണ്ടത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു എത്തിക്സ് ഉണ്ട്, കുറച്ച് നിലപാടുകളുണ്ട് എന്നാണ്. പെണ്ണിന് പെണ്ണിൻ്റെ നിലപാട് വേണം, ആണിന് ആണിൻ്റെ നിലപാട് വേണം. പൊതുവെ ബുദ്ധിജീവികളൊക്കെ പറയാറുണ്ട്, ദി മോസ്റ്റ് പവർഫുൾ മേക്കപ്പ്